ടീച്ചേഴ്സ് ഡേ ക്രാഫ്റ്റ് പാർട്ട് 2 ആണ്. അപ്പോൾ ഇതൊരു ഗ്രീറ്റിംഗ് കാർഡാണ്. നമുക്ക് ഈ ഗ്രീറ്റിംഗ് കാർഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു കളർ പേപ്പർ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഒരു വൈറ്റ് പേപ്പറിൽ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ഈ ഒരു ഗ്രീറ്റിംഗ് കാർഡിൻ്റെ മേളിൽ ഇതിൻ്റെ ഇവിടെയായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വൈറ്റ്നറോ അല്ലെങ്കിൽ ആക്രിലിക് പെയിൻറ്റോ എടുത്തിട്ട് അതിൻ്റെ ചുറ്റുമായിട്ട് വട്ടത്തിൽ ഇതിൻ്റെ ഇതേപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡോട്ട്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ കാണാനായിട്ട് ബോർഡർ ഇട്ടതുപോലെയുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിൽ ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് എഴുതണം. അപ്പോൾ ഒരു കറുത്ത മാർക്കർ വെച്ചിട്ട് ഞാനത് എഴുതുകയാണ്. അപ്പോൾ ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അവിടെ എവിടെയായിട്ട് റെഡ് കളർ സ്കെച്ച് പെൻ വെച്ചിട്ട് ഒരു ഹേർട്ടിൻ്റെ സിമ്പിള് ഡ്രോ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കുഞ്ഞ് സ്ക്വയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ നേരെ ഇതേപോലെ ട്രയാങ്കിളായിട്ട് മടക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം ഇങ്ങോട്ടും കൊണ്ടുപോയി മറ്റേ ഭാഗം ഇതേപോലെ കൊണ്ടുപോകുക. എന്നിട്ട് ഒരു ആർക്ക് ഷേപ്പിൽ ഇങ്ങനെ വരച്ചിട്ട് അതിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ഇതൊന്ന് നിവർത്തി നോക്കാം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫ്ലവറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് ഒരു സൈഡിലായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഇതെല്ലാം കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ഒരു ഇതളിൻ്റെ പുറത്തായിട്ട് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, അതിന് ശേഷം നമുക്കൊരു കറുത്ത മാർക്കർ എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഭംഗിക്കായിട്ട് ഒരു സർക്കിൾ വരച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് വര അങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ഭംഗി കൂടുവാന്. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് ഫ്ലവേഴ്സും കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വലുതും ചെറുതായിട്ട് വേണം ഇതിൽ സ്റ്റിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഇതിൽ സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു ഫ്ലവർ എടുത്തിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഈ ഫ്ലവർ വയ്ക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ചെയ്യാം, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഫ്ലവേഴ്സ് ഈ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി വൈറ്റ്നറോ വൈറ്റ് പെയിൻറ്റോ വെച്ചിട്ട് ഇതിൽ കുഞ്ഞു കുഞ്ഞു ബോ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെയായിട്ടൊരു കുഞ്ഞു ബോ വരയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോയോ എന്താണെന്ന് വെച്ചാൽ വരച്ചു കൊടുക്കാം. ഞാനിത് വരയ്ക്കുന്നതന്നേ ഉള്ളൂ. നമുക്ക് സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു എഫക്റ്റ് കിട്ടാനായിട്ട് സൈഡിലായിട്ട് പകുതി വരുന്ന രീതിയിൽ ഒരു ബോയൊക്കെ വരച്ചെടുത്താൽ കുറച്ചുകൂടി ഭംഗി കൂടും. ഞാൻ അങ്ങനെ കുറച്ച് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മുഴുവനും വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര തന്നെയാണ് നമ്മുടെ ടീച്ചേഴ്സ് ഡേ ക്രാഫ്റ്റ്. എല്ലാവർക്കും ഈ ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്നാൽ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.